അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅ്മതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫളൽതുകും അലൽ ആലമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് മാനവകുലത്തിന് സമ്മാനിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്ന് ഒരു പുതിയ വചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 48-ാമത്തെ വചനത്തിൽ, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ, നിങ്ങൾ ഓർത്തു നോക്കൂ, നിഅ്മതിയല്ലതി, ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം ചെയ്തു തന്നതിനെ സംബന്ധിച്ച്, എൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. വഅന്നീ ഫളൽതുക്കും, നിങ്ങളെ നാം ശ്രേഷ്ഠന്മാരാക്കിയിരിക്കുന്നു, അലൽ ആലമീൻ, ജനങ്ങളിൽ. ജനങ്ങൾ ഭൂമുഖത്ത് ഒരുപാട് പേരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, പല ഇടങ്ങളിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്, നിങ്ങൾ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ അനേകം ആളുകൾ. അതിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുന്നു. നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത എത്ര രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ആളുകൾ ജീവിക്കുന്നു. അവരെയൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. അപ്പോൾ അങ്ങനെ അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളെ ഞാൻ ജനങ്ങൾ, അലൽ ആലമീൻ, ജനങ്ങളിൽ വെച്ച്, ഫളൽതുക്കും, നിങ്ങളെ ഞാൻ വളരെ ശ്രേഷ്ഠന്മാരാക്കിയിരിക്കുന്നു, ശ്രേഷ്ഠന്മാരാക്കി. ആ സംഭവത്തെ നിങ്ങളൊന്ന്, ഇതേ സൂറ ബഖറയിലെ തന്നെ 41-ാമത്തെ വചനത്തിലും യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅ്മതിയല്ലതി അൻഅംതു അലൈക്കും എന്ന് പറഞ്ഞ വചനമുണ്ട്. അത് ഒരു പ്രത്യേക കാര്യത്തിൽ അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. ഇവിടെ ഇതാ, എവിടെയൊക്കെ യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നുവോ, ഒരു പ്രത്യേക കാര്യത്തെ ആ സ്ഥലത്ത് അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പലയിടത്തും ഓർമ്മപ്പെടുത്തുന്നത് ഓരോരോ സംഭവങ്ങളെയാണ്. വിശദീകരണത്തിലേക്ക് ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ജനസമൂഹത്തിനെ അള്ളാഹു സൃഷ്ടിച്ചു, അവരെ ലോകത്തിലെ ഏറ്റവും വലിയ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരാക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അള്ളാഹ് ഈസ് അഡ്രസ്സിങ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അള്ളാഹു താല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേൽ സന്തതികളെയാണ്, ഇസ്രായേൽ ജനതയാണ്. ടു റിമൈൻഡ് ദം, അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഓഫ് ദ ഫേവേഴ്സ്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന്. which he bestowed upon them and points to a particular account of incidents in Israel's history. ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു പ്രത്യേക സംഭവത്തെയാണ് ഇവിടെ
സൂചിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഈ വചനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈച്ച് ഇൻസിഡൻറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ വേർഡ്സ് റിമെമ്പർ. ഓരോ സംഭവത്തെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്കുറു, നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ സ്മരിക്കൂ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ സംഭവങ്ങളെയും പല സന്ദർഭങ്ങളിലും പലയിടത്തുമായിട്ട് അല്ലാഹു തആല അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇപ്പം നമുക്ക് ഈ സന്ദേശം നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് 13 വർഷം പിന്നിട്ടു. 2010 കുറച്ച് സഹോദരങ്ങൾക്ക് ഇത് ലഭിച്ചത്. അതിനുശേഷം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ദൂതനെ തന്നില്ലേ, നിങ്ങൾ ആ ദൂതനെ സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചതിന് ശേഷം നിങ്ങളിൽ വന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളിൽ ഏത് രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ ചെയ്യാത്തത്? എന്നിട്ട് നിങ്ങൾ ആ ദൂതനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചോ? എന്നൊക്കെയുള്ള 100 ചോദ്യങ്ങൾ ബനി ഇസ്രായേലുകളോട് മാത്രമായിരിക്കില്ല, നമ്മളോടും തന്നെ ഇത് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹം തന്നില്ലയോ? എത്രയോ ദൂരത്ത് നിന്നായിരുന്നു ആ പ്രകാശത്തെ, ആ ആത്മീയ ജ്ഞാനത്തെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ 10-13 വർഷമായിട്ട് നിങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നിങ്ങൾ എന്ത് പരിവർത്തനമാണ് നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ വരുത്തിയത്, കുടുംബ ജീവിതത്തിൽ വരുത്തിയത്, സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയത്? നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ബനി ഇസ്രായേലുകൾ പോലെ വട്ടപൂജ്യമാണെന്നും മനസ്സിലാവും. അപ്പം ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, തസ് ദ വേർഡ്സ് അണ്ടർ കമൻറ്റ്. ഇവിടെ വിവരിക്കപ്പെടുന്ന, വിശദമാക്കപ്പെടുന്ന ഈ വചനം സെർവ്സ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പോയിൻ്റ്, ഒരു പുതിയ കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഒരുപാട്, അവർ അന്ന് അങ്ങനെ ചെയ്തത് മൂലം അവർക്ക് സംഭവിച്ചത് എന്താണ്, ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവരൊക്കെ വലിയ പ്രവാചകന്മാരുടെ അനുയായികളായിരുന്നു. ബനി ഇസ്രായേലിൽ പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെയാണ് നിയുക്തമാക്കിയത്. ചിലർ ഇവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് പറഞ്ഞു എന്നല്ലാതെ ആ പറഞ്ഞതനുസരിച്ച് അവരുടെ കൂടെ അദ്ദേഹത്തിനോടൊപ്പം ഈ വന്ന പ്രവാചകന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചില്ല. നമ്മളും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുമൊക്കെ ഒരു സൈസ് തടി തപ്പുന്ന ആളുകൾ തന്നെ അല്ലയോ? ഇൻ ദ ഏർലിയർ വേർഡ്സ്, നേരത്തെ പറഞ്ഞ വചനത്തിൽ ദ റെഫറൻസ് ഇൻ ദ വേർഡ് ഫേവേഴ്സ്, അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പദം മനസ്സിലാക്കി തരുന്നത് പോയിൻറ്റ്സ് ടു ദ കവനൻറ്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ജ്യൂസ്. അള്ളാഹുവും ജൂതന്മാരും തമ്മിൽ നടത്തിയ ഉടമ്പടിയെ സംബന്ധിച്ചായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ഉടമ്പടി ചെയ്തു, ആ ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ എന്നോട് ചെയ്ത ഉടമ്പടി നിങ്ങളും പൂർത്തിയാക്കണം. എന്തായിരുന്നു ആ ഉടമ്പടി? പ്രവാചകന്മാരെ അയച്ചു തരാം, നിങ്ങൾക്ക് നേർവഴിയിലൂടെ സഞ്ചരിച്ച് ലോകത്തിലെ ശ്രേഷ്ഠ സമൂഹമായി ലോകമെങ്ങും നിങ്ങൾ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ വാഹകരായി ഏകദൈവത്തെ ആരാധിച്ചുകൊണ്ട് ലോകത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അല്ലാഹു. അതനുസരിച്ചാണ് അവരുമായിട്ട് ഉടമ്പടി ചെയ്തത്. വേറെ ദ റെഫറൻസ് ഇൻ ദ വേർഡ്സ് അണ്ടർ കമൻറ്റ്, ഇവിടെ നമ്മൾ അത് ആ നിലയിൽ ഉള്ള ഉടമ്പടിയായിരുന്നു. ഇവിടെ വിശദീകരിക്കുന്ന മറ്റെല്ലാ to the fact that God exalted the Israelites above other peoples. അല്ലാതെ നിങ്ങളെ മറ്റെല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും അതിശ്രേഷ്ഠന്മാരായി മാറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതുപോലെ ഈ കാലത്ത് ഈ 15-ാം നൂറ്റാണ്ടിൽ അല്ലാഹു തആല ഒരു ദൂതനെ എന്തിനാ? നിങ്ങളെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അതിശ്രേഷ്ഠന്മാരാക്കാൻ. ശ്രേഷ്ഠന്മാരായി തീരുന്നതിന് അതാ നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ വന്നു നിൽക്കുന്നു, ശ്രേഷ്ഠതയുടെ വഴി നമുക്ക് പറഞ്ഞു തരുന്നു. ആ വഴിയിലേതാ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലോകത്ത് മുഴുവൻ ധാർമ്മിക വിപ്ലവം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം. നിങ്ങൾ ഗ്രാമങ്ങളിൽ പോകണം, സാധുജന സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തണം, വിധവകളുടെ കാര്യം പരിഗണിക്കണം, അനാഥ ബാലന്മാരുടെ കാര്യം പരിഗണിക്കണം, അധർമ്മത്തിനെതിരായിട്ട് നിങ്ങൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. ഇതൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ്, ചെയ്യാനുള്ളതാണ്.
നമ്മൾ എങ്ങും ഒന്നും ചെയ്തിട്ടില്ല. ഇതാ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരേണ്ട പോയിൻറ്റ്സുകൾ ആണ് അതൊക്കെ. ദ ഇസ്രായേൽസ് ആർ റിമൈൻഡഡ്. ഈ ഇസ്രായേൽ ദൂതന്മാർ കൂടെ ഉണ്ടായിരുന്ന അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ദാറ്റ് ഗോഡ് ഹാഡ് ഫുൾഫിൽഡ് ഹിസ് കവനന്റ് ടു ദം. അവരോട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അവൻ പൂർത്തീകരിച്ചു. നോക്കൂ, നമ്മളോട് അല്ലാഹു തആല ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണേ. അനുഗ്രഹം ചെയ്ത ആ ആളുകളുടെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമെന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം രീതി എന്താണ്? ഇതേ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആരൊക്കെ സ്വീകരിച്ചു, എന്ത് സ്വീകരിച്ചു, എങ്ങനെ ചെയ്യുന്നു? എന്നിട്ട് അറകൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് മുഴുവൻ അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്നു, അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. 450 വർഷക്കാലം ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം അവിടെ മറ്റൊരു സ്ഥാപനം നടത്തുന്നു. ഇതിൽ കൂടുതൽ അക്രമം എന്താണ്? മുസ്ലിങ്ങളോട് എന്താ കൽപ്പിച്ചത് ഖുർആനിലൂടെ? നിങ്ങൾ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണം, സന്യാസി മഠങ്ങൾ സംരക്ഷിക്കണം, യൂതാലയങ്ങൾ സംരക്ഷിക്കണം, മസാജിദും സംരക്ഷിക്കണം. ഈ ലോകത്തിലുള്ള ഒരു ആരാധനാ കേന്ദ്രത്തെയും അപമാനിക്കുന്നവരല്ല ഇസ്ലാമിൻ്റെ ആളുകൾ. അതിനെയെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നിട്ടും ഒരു ആരാധനാലയം തകർത്തിട്ട് അവിടെ ഒരു പള്ളി പണിഞ്ഞു. ഇത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യമല്ലേ? ഈ അന്യായത്തിനെതിരായിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമാകുമോ? ഇനി ചരിത്രം അത് ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് അതൊരു പള്ളി പൊളിച്ച് പണിതതാണ് എന്ന് പറഞ്ഞ് ദൈവകോപത്തിൻ്റെ ഇടമാണ്, ദൈവശാപത്തിൻ്റെ ഇടമാണ്. അങ്ങനെ അതിനെ മാറ്റി. എന്നിട്ട് ഇതിനെതിരായിട്ട് ലോകത്ത് കോടാനുകോടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിലുള്ള ഈമാൻ ചോർന്നു പോയി. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം. അന്ന് നിങ്ങൾ കോടാനുകോടി ഉണ്ടായിരിക്കും, അന്ന് നിങ്ങൾ വെറും ചണ്ടികളായിരിക്കും, നിങ്ങൾ ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരായിരിക്കും. 1067 ലോക മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നു. ആരെയും ഉപദ്രവിക്കുന്നവരല്ല മുസ്ലിങ്ങൾ, എല്ലാവർക്കും സംരക്ഷണം ഒരുക്കുന്നവരാണ്. അവരേത് വിശ്വാസത്തിൽ പോകുന്നു അവർക്ക് വിശ്വസിക്കാനുള്ള ധാർമ്മിക ബോധം അത് അവരുടേതാണ്. അവരുടെ മേൽ ഒരു അധികാരവും ചെലുത്തുന്നവരല്ല, ഉപദേശം മാത്രം നൽകുന്ന ഒരു വിഭാഗം, ധർമ്മത്തിനും ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ മുമ്പിൽ കമാന്ന് മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ എന്തോ നമ്മൾ ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ് ഭയപ്പെടുന്നത്? അള്ളാഹുവിനെ അല്ലാത്ത മറ്റെന്തിനെയാണ് നമ്മളെ ഭയപ്പെടുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമല്ലോ. ആ ബോധമേ പോയി. ഇന്നെല്ലാവരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടി കാല് പിടിക്കുന്ന ഒരു ജനതയാണ് കാണുന്നത്. ഇവിടെ ദ ഇസ്രായേൽസ് ആർ റിമൈൻഡഡ് ദാറ്റ് ഗോഡ് ഹാഡ് ഫുൾഫിൽഡ് ഹിസ് കവനന്റ് ടു ദം. അവർക്ക് അവരുമായിട്ടുള്ള വാഗ്ദാനം അല്ലാഹു തആല ഉടമ്പടി പൂർത്തിയാക്കി കൊടുത്തു, ദൂതനെ നിയോഗിച്ചു കൊടുത്തു. ബട്ട് ആസ് ദേ ഹാഡ് ഓൺ ദെയർ പാർട്ട്, എന്നാൽ അവരുടെ ഭാഗത്ത് ഫെയിൽ ടു ഫുൾഫിൽ ദെയർ കവനൻറ്റ്സ്, അവരുടെ ഉടമ്പടി, അവരുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചെയ്തിരുന്ന ഉടമ്പടി അവർ പാലിച്ചില്ല. ഹി ഹാഡ് വിത്ത് ഹെൽഡ് ഫ്രം ദം ദ ബ്ലെസ്സിങ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരിൽ അല്ലാഹു തആല ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന, അവർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന, അവരെ ശ്രേഷ്ഠന്മാരാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ അനുഗ്രഹങ്ങൾ മുഴുവൻ നിർത്തൽ ചെയ്തു. ഹി ഹാഡ് വിത്ത് ഹെൽഡ്, പിടിച്ചു വെച്ചു, വിത്ത് ഹെൽഡ് ചെയ്തു. ഫ്രം ദം, അവരിൽ നിന്ന്, ദ ബ്ലെസ്സിങ് വിച്ച് ഹി ഹാഡ് ബീൻ കൺഫറിങ് ഓൺ ദം ബിഫോർ, മുമ്പ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഈ എല്ലാ അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് പിടിച്ചു വെച്ചു. ഇപ്പോൾ അപമാനിതരായിട്ട് ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതേ രീതിയിൽ മുസ്ലിം വിഭാഗം ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ആശ്രയമില്ലാതെ, ഒരു കഴിവില്ലാതെ,
ഒന്നിനും കൊള്ളാത്ത വെറും ചണ്ടികളായിട്ട് മാറും. ദ ബ്ലെസ്സിങ് ഈസ് ദാറ്റ് അല്ലാഹ് ഹാസ് സെൻഡ് ന്യൂമറസ് പ്രോഫറ്റ്സ്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ദ ബ്ലെസ്സിങ് ഈസ് ദാറ്റ് അല്ലാഹ് ഹാസ് സെൻഡ് ന്യൂമറസ് പ്രോഫറ്റ്സ്. എണ്ണമറ്റ പ്രവാചകന്മാരെ അവരുടെ മുമ്പിലേക്ക് അയച്ചു കൊടുത്തു. എമംഗ് ദം ടു ഗൈഡ് ദം, അവരെ വഴി കാണിക്കുന്നതിന് വേണ്ടിയാണ്. ആൾ ഓൺ ദ സ്ട്രെയിറ്റ് പാത്ത്, ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി അവർ ലോകത്തിൻ്റെ മുമ്പിൽ അത് ദൂതന്മാരെ നിയോഗിച്ചു കൊടുത്തു. ഇതാണ് നേർവഴി, ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ആളിനെ വിട്ടു. ദാറ്റ് ഈസ് വർഷിപ്പിംഗ് ഓൺലി വൺ ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരേ ഒരു ദൈവമേ ഉള്ളൂ. മാനവകുലത്തിന് മൊത്തം ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരേ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ശിരസ് കുനിക്കാവൂ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്നതിന് പകരം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളുടെ മുമ്പിൽ ശിരസ് കുനിക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് അങ്ങ് ഷഹീദായി പോകുന്നത്. അതാണ് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ. അടിമകളൊക്കെ ഉടമകളായി മാറിയത് ബിലാലിനെ പോലുള്ള വെറും അടിമകൾ അള്ളാഹുവിൻ്റെ മാത്രം ദാസന്മാരായി മാറി. അബൂബക്കറിനെ പോലുള്ള ഉന്നത കുലജാതരായ ആളുകളും അള്ളാഹുവിൻ്റെ ദാസന്മാരായി. ഉച്ചനീചത്വങ്ങളെല്ലാം അവസാനിപ്പിച്ച് ലോകത്ത് സമ്മോഹനമായ ഒരു ജീവിതക്രമം പടുത്തുയർത്തി നമ്മുടെ മുമ്പിൽ ഇത് കാണിച്ചു തന്നു. അത് നൂറ്റാണ്ടുകളിലൂടെ ക്ഷയം സംഭവിക്കുമ്പോൾ അതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയമായിട്ടും ദൂതന്മാരെ നിയോഗിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രവാചക പ്രഭുവിൻ്റെ വചനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞതിന് ശേഷം ഇപ്പം സ്വീകരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഭാഗികമായി സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഭംഗിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നമ്മളിൽ കാര്യമായ പരിവർത്തനം വരുത്തുക. വർഷിപ്പിംഗ് ഓൺലി വൺ ഗോഡ്, ഏകനായ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുന്നവരല്ല ഞങ്ങൾ. ലോകത്തിലുള്ള ഒരു സൃഷ്ടിക്കും ഒരു രീതിയിലുള്ള അന്യായവും പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ. എല്ലാവർക്കും ധർമ്മബോധം നൽകുന്നവരാണ് ഞങ്ങൾ. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയായ കാര്യം കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തെറ്റായ കാര്യം ചെയ്യരുത് എന്ന് വിരോധിക്കുന്നവരുമാണ്. ആ നിലയിലുള്ള ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറുന്നവർക്ക് മാത്രമേ പറ്റൂ. അല്ലാത്തവരെല്ലാം ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അടുത്ത് കുനിഞ്ഞ് നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മളെ അവിടെ നിന്ന് മോചിപ്പിച്ച് മാനവനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, അവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാഹു തആല ദൂതനെ നിയോഗിക്കുന്നത്. ഇത് നമ്മൾ വിശ്വസിച്ചതിന് ശേഷം നമ്മുടെ മക്കളുടെ അടുത്ത് പോലും, നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങളുടെ അടുത്ത് പോലും, നമ്മുടെ ബന്ധുമിത്രാദികളുടെ അടുത്ത് പോലും ഈ പരമമായ സത്യം ആർജവത്തോടു കൂടി പറയാൻ കഴിയാതെ അവരുടെ മുമ്പിൽ താളം തുള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൗത്യം എന്താണ്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളിൽ ഉറപ്പിക്കുകയും അത് ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരിലേക്കും എത്തിക്കുകയും നന്മയിലൂടെയുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. താളം തുള്ളലും കൊട്ടിത്തള്ളലും ഒന്നും നമ്മുടെ വഴിയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ സത്യഭക്തന്മാരായിട്ട് ഈ ഭൂമുഖത്ത് നമ്മെ ജീവിപ്പിക്കട്ടെ. ആ ഇസ്സത്തോടു കൂടി തന്നെ ലോകമെങ്ങും അവൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുലോകത്തും അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഇറക്കട്ടെ. ആ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്നതിന് വേണ്ടി നമുക്ക് അല്ലാഹു തആല അനുവദിച്ച് നൽകിയിരിക്കുന്ന ശിഷ്ടകാലം ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.